സുഹൃത്തുക്കളെ, നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഗൾഫ് വാർ എന്ന മിഡിൽ ഈസ്റ്റിലെ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, അതിൽ ഇറാന് തീർച്ചയായിട്ടും റഷ്യയുടെയും ചൈനയുടെയും ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. യുദ്ധത്തിന് മുമ്പ് നമുക്കറിയാം, ഇറാനുമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും അതുപോലെ തന്നെ മറ്റ് സമ്മർദ്ദ തന്ത്രങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക വെസ്റ്റ് ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇറാനുമായിട്ട് യാതൊരു രീതിയിലുള്ള കോപ്പറേഷനും നേരിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് സഹകരണമൊന്നും ഇല്ലാതിരിക്കുമ്പോഴും, ഈവൻ ഇന്ത്യയെ പോലും ട്രംപിൻ്റെ ആദ്യത്തെ ഭരണകൂടം ഭീഷണിപ്പെടുത്തി ഇറാനിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നത് ഡിസ്കറേജ് ചെയ്യുകയും അങ്ങനെ നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നിട്ടുമൊക്കെ തന്നെ ഇറാനുമായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്ത രണ്ട് രാജ്യങ്ങൾ ഈ ചൈനയും റഷ്യയുമാണെന്ന് നമുക്കറിയാം പല രീതിയിലും. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം അവർക്ക് കാര്യമാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ചൈന എന്ന് പറയുന്ന രാജ്യം സ്റ്റേബിളാണ്. കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള കോൺഫ്ലിക്റ്റിലൊന്നും ട്രാപ്പ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിലൊന്നും ഏർപ്പെടാത്ത, ഇതുവരെ നമുക്കങ്ങനെ പറയത്തക്ക ഭീഷണികളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമായിട്ടും സാമ്പത്തികമായിട്ട് വളരെയധികം മുമ്പ് നിൽക്കുന്ന രാജ്യം എന്നൊരു രീതിയിലും തീർച്ചയായിട്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നൊരു രാജ്യം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യം ചൈനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചൈനയ്ക്ക് റഷ്യയെക്കാളിൽ കൂടുതൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. കാരണം റഷ്യ സാമ്പത്തികമായിട്ട് അത്ര വലിയൊരു പവർഫുള്ളായിട്ടുള്ള രാജ്യമല്ല. അവർക്ക് ചില മിലിറ്ററി ഹെൽപ്പുകളൊക്കെ തന്നെ, സപ്പോർട്ടൊക്കെ തന്നെ കൊടുക്കുവാൻ സാധിക്കും. ഇനി ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും കാര്യത്തിലാണെങ്കിൽ റഷ്യയ്ക്ക് ഇറാനിൽ നിന്നും ഓയിലും ഗ്യാസും ഇട്ട് ആവശ്യമില്ല തന്നെ. കാരണം റഷ്യയിൽ അതെല്ലാം ധാരാളമായിട്ടുണ്ട്. റഷ്യ തന്നെ ഓയിലും ഗ്യാസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ടും ഇറാനും റഷ്യയും തമ്മിൽ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും തമ്മിലുള്ള കണക്ഷൻസോ അല്ലെങ്കിൽ റിലേഷൻസോ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. പിന്നെ ഇറാന് ആവശ്യമുള്ളത് റഷ്യയിൽ നിന്ന് മിലിറ്ററി സൈനികപരമായിട്ടുള്ള സപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറയാൻ കാരണം നമുക്കറിയാം, യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഇറാനാണ് റഷ്യയ്ക്ക് ഡ്രോണുകൾ കൊടുക്കാൻ തുടങ്ങിയതും അതിനുശേഷം ഇറാൻ്റെ ഡ്രോണുകൾ റഷ്യയിലെ ടെക്നോളജി ഉപയോഗിച്ച് അവർ വൻതോതിൽ മാനുഫാക്ചർ ചെയ്യാനൊക്കെ ആരംഭിച്ചതൊക്കെ തന്നെ. അപ്പോൾ അതൊരു ഇറാനും റഷ്യയും തമ്മിൽ അങ്ങനെ ഉള്ള ഗിവ് ആൻഡ് ടേക്സ് ഉണ്ട് സൈനികപരമായിട്ടുള്ള. യുദ്ധസമയത്തും തീർച്ചയായിട്ടും നമുക്കറിയാം റഷ്യയുടെ ഭാഗത്തുനിന്നും ഇൻ്റലിജൻസും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ തന്നെ ഇറാന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് മുമ്പും ചൈനയിൽ നിന്നും ഇറാന് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ സപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഇറാൻ്റെ ഏകദേശം 80-90% ഓയിൽ വാങ്ങിക്കുന്നത് ചൈനയാണ്. അമേരിക്കയുടെ സാങ്ഷൻ ഉണ്ടായിട്ടും, അമേരിക്കയുടെ ഭീഷണികൾ ഉണ്ടായിട്ടും, അതിലെ ഇല്ലീഗലായിട്ടുള്ള സാങ്ഷൻസ് അല്ലെങ്കിൽ നിയമപരമല്ലാത്ത ഉപരോധമാണ് മറ്റു രാജ്യത്തിൻ്റെ സോവറൻറ്റി അല്ലെങ്കിൽ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അമേരിക്കയുടെ ഇടപെടലുകളെ ഒന്നും മാനിക്കാതെ അല്ലെങ്കിൽ അതിന് ആ ഒരു ഭീഷണിക്ക് വഴങ്ങാതെ ചൈന ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു പ്രശ്നമില്ലാതെ തുടർന്നു. അങ്ങനെ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്ന ഒരേ ഒരു രാജ്യമായിട്ട് ചൈന തുടർന്നുകൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ചൈനയ്ക്ക് അതിൻ്റെ ജാക്ക്പോട്ടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇറാനിൽ നിന്നും മറ്റാരും അല്ലെങ്കിൽ ഇറാൻ്റെ ഓയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ മറ്റാർക്കും ലഭ്യമല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഓയിൽ മൊത്തം ചൈനയ്ക്ക് മേടിച്ച് അവർക്ക് റിസർവായിട്ട് അവരുടെ പെട്രോളിയം റിസർവിലേക്കും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ഓയിലിൻ്റെയും ആ ഒരു ഫ്ലോ ചൈനയിലേക്കുള്ള, ഇന്ത്യ അമേരിക്കയുടെ ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ ഒക്കെ വഴങ്ങി നമ്മൾ ഓൺ അഗെയിൻ ഓഫ് അഗെയിൻ എന്നൊക്കെ എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ, അല്ലെ അമേരിക്ക കണ്ണുരുട്ടി കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, ആ കണ്ണുരുട്ടിന് നമ്മൾ വിധേയമാകുന്നു. അങ്ങനെയൊക്കെയുള്ള ചില നയപരിപാടികൾ ഇന്ത്യ കാണിക്കുന്നതുകൊണ്ട്
ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചൈനയെ പോലെ അല്ലെങ്കിൽ ഈവൻ റഷ്യയെ പോലെ അമേരിക്കയുടെ സാങ്ഷൻസിനെ ഒന്നും നേരിട്ട് നിന്ന് എതിർത്തോ അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെയോ ഒന്നും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഇത് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഇപ്പം പല പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ചൈനയെ കളിയാക്കുകയും അല്ലെങ്കിൽ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ചൈന എന്തുകൊണ്ട് യുദ്ധത്തിൽ നേരിട്ട്, അത് ചൈന ഒരു പക്ഷേ പ്രൊവോക്ക് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ചൈന ഇറാനെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ചൈന ഇറാനെ ഒഴിവാക്കി, അല്ലെങ്കിൽ ചൈന ഇറാനെ കൈയൊഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ ഈ പറഞ്ഞ ശരിക്കും ഇറാനുമായിട്ടുള്ള ഈ അല്ലെങ്കിൽ സപ്പോർട്ട് ഏതെല്ലാം രീതിയിലാണ് ചൈന ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചും ചില റിപ്പോർട്ടുകൾ ഈ പറഞ്ഞ മാധ്യമങ്ങളൊക്കെ തന്നെ അവർ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചൈനയുടെ അകമഴിഞ്ഞിട്ടുള്ള സപ്പോർട്ട്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ചൈനയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും അവരുടെ ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറയുന്ന ഏകാധിപതിയെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു സാമ്രാജ്യ ശക്തിയെ ഡൈലൂട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അവസാനത്തെ അവരുടെ ശ്രമമായിരിക്കും ഒരു പക്ഷേ ഇറാൻ എന്നുള്ളതാണ്. ഇറാൻ ഒരു പക്ഷേ നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. ഇനി മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ വലിയൊരു വില കൊടുക്കേണ്ടി വരും. ലോകക്രമത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ചൈന നേരത്തെ മുതൽ തന്നെ ഇറാനിൽ നിന്നും അവരുടെ 80-90% ഓയിൽ വാങ്ങിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ച് അതൊരു ലൈഫ് ലൈനാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ഹാർഡ് കറൻസി കിട്ടുകയും തുടർച്ചയായിട്ടുള്ള റവന്യൂ സ്ട്രീം ഇല്ലേ. കാരണം ഒരു രാജ്യത്തിൻ്റെ മുകളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സാങ്ഷൻസ് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മറ്റൊരു രീതിയിലുള്ള ജീവോപാധിയും ഇല്ല അവരുടെ മുമ്പിൽ തന്നെ. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവർക്ക് ഒരു രീതിയിലും ട്രേഡ് നടത്താൻ പറ്റത്തില്ല. വിദേശത്തു നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് മരുന്ന് ലഭിക്കത്തില്ല, ആഹാരം ലഭിക്കത്തില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളും റോ മെറ്റീരിയൽസ് ഒന്നും തന്നെ ലഭിക്കത്തില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും രാജ്യത്തിൻ്റെ ജീവിതമൊക്കെ തന്നെ താറുമാറാകും. നമ്മൾ ഇറാഖിൻ്റെ കാര്യത്തിൽ കണ്ടതാണ് അമേരിക്ക എങ്ങനെയാണ് ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതെന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ തന്നെ ചൈനയെപ്പോലുള്ള രാജ്യമായിരുന്നു ഇറാൻ ഏറ്റവും കൂടുതൽ സഹായമായിട്ട്. അതുകൊണ്ടാണല്ലോ ഇറാൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ ചൈനയുടെ മാത്രം ഷിപ്പിനെ പോകുവാൻ അനുവദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന ഇറാൻ്റെ മുകളിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തി, ഒരു രാജ്യത്തിൻ്റെ മുകളിൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗ്ലോബൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അവർക്ക് ഡോളർ വിനിമയം നടത്തി അല്ലെങ്കിൽ ഡോളർ എക്സ്ചേഞ്ച് ചെയ്ത് അവർക്ക് യാതൊരു രീതിയിലുള്ള ട്രേഡും കൊടുക്കൽ വാങ്ങലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് തൊട്ടടുത്തുള്ള രാജ്യമായിട്ട് പോലും അവർക്കൊരു പക്ഷേ ട്രേഡൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ അവസരത്തിൽ ചൈനയാണ് അവർക്ക് ബാങ്കിങ്ങും ഫിനാൻഷ്യൽ സർവീസും ഒക്കെ കൊടുക്കുകയും ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓയിൽ വാങ്ങിച്ച് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് കൊടുത്തു. അതിപ്പോഴും ഒരുപക്ഷെ അത് തുടരുന്നുണ്ട്, ഒരുപക്ഷെ നല്ല തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം യുദ്ധം തുടങ്ങുന്നപ്പോൾ ഇത് നിർത്താൻ പറ്റത്തില്ല. അതായത് ഈ ഇറാൻ്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെ മുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുകളിലും ഗവൺമെൻറ്റിൻ്റെ ആയാലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആയാലും ഒക്കെ തന്നെ മുകളിൽ അമേരിക്കയുടെ സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഗ്ലോബൽ വിപണിയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് ക്രയവിക്രയങ്ങൾ നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ അവസരത്തിലൊക്കെ ചൈനയുടെ ഫിനാൻഷ്യൽ സിസ്റ്റവും ചൈനയുടെ ബാങ്കിങ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു എന്താണ് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഈ അവസ്ഥയിൽ വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചൈന കൊടുക്കുന്ന മോട്ടോറൊക്കെ ഉപയോഗിച്ചാണ് ഇറാൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള ഈ ഷാഹദ് ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണല്ലോ. വളരെ ചിലവ് കുറച്ച് അവർക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസീവായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോണുകൾക്കൊക്കെ വേണ്ടിയുള്ള മോട്ടോറുകൾ നിരന്തരം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റോക്കറ്റ് ഫ്യൂവൽസിന് വേണ്ടിയുള്ള കെമിക്കൽസ്, അതുപോലെ മറ്റ് പല ഈ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഒക്കെ തന്നെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ചില മിസൈൽസിന് വേണ്ടിയുള്ള
ഈ ഫ്യൂവൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഇതെല്ലാം ചൈന, കാരണം നമുക്കറിയാം ചൈന ഒത്തിരി എല്ലാ മേഖലകളിലും അവരുടെ പിന്നെ മാനുഫാക്ചറിങ് വളരെ സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്. ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ അവരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എന്തും മാനുഫാക്ചർ ചെയ്യാനും സപ്ലൈ ചെയ്യാനും കഴിയും. അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ ചൈനയ്ക്ക് ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റഷ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യ ഈ ഇൻ്റലിജൻസും അല്ലെങ്കിൽ സാറ്റലൈറ്റ് മെസ്സേജും ഇൻ്റലിജൻസും ഒക്കെ ഇറാന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഹ്യൂമൻ ഇൻ്റലിജൻസും എല്ലാം തന്നെ. അതുപോലെ തന്നെ ചൈനയും ഇറാന് നിരന്തരമായിട്ട് ഈ യുദ്ധസമയത്തും യുദ്ധം തുടങ്ങിയതിന് ശേഷമൊക്കെ തന്നെ ഇറാനെ ഈ സ്പേസ് യൂസ് ചെയ്ത് ചൈനയുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സഹായങ്ങൾ ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ ചൈനയുടെ GPS പകരം ചൈനയുടെ വേർഷനാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ബേസുകളും അല്ലെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസും അവരുടെ ഗൾഫിലുള്ളവരുടെ പ്രോക്സി രാജ്യങ്ങളായിട്ടുള്ള മറ്റ് ഗൾഫ് നേഷൻസിൻ്റെയൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട മിലിറ്ററി സൈനികപരമായിട്ടുള്ള കേന്ദ്രങ്ങളും അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള ലൊക്കേഷൻസൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാനും അവയൊക്കെ കൃത്യമായിട്ട് പ്രിസൈസായിട്ട് ബോംബ് ചെയ്യാനും അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനൊക്കെ ഇറാൻ സാധിക്കുന്നത് ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഈ പറഞ്ഞ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ അവർക്ക് താല്പര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇന്ത്യയും ചൈനയുള്ള പ്രശ്നമൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സമയത്ത് പ്രത്യേകിച്ച് ചൈന സാമ്പത്തികമായിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുതന്നെയല്ല ചൈനയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഒന്നാമത്തെ നമ്പർ 1 രാജ്യമായി മാറുക എന്നുള്ളതാണ് ചൈനയുടെ അംബീഷൻ എന്ന് പറഞ്ഞാൽ. 2049 ആകുമ്പോഴത്തേക്കും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ മറികടന്ന് ലോകത്തിലെ നമ്പർ 1 സൂപ്പർ പവർ ആകുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുമായിട്ട് അവരിപ്പോൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് ഒരു പിന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവരുടെ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെയൊക്കെ ഒത്തിരി വർഷം പുറമോട്ട് പിൻവലിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ചൈനയ്ക്കുണ്ട്. കാരണം ഇന്ത്യക്ക് അവരുടെ ഇൻഡസ്ട്രിയൽ പിന്നെ എന്താണ് പറയുന്നത് ഈ സെക്ടറിനെ അല്ലെങ്കിൽ അവരുടെ ഈ ചൈനയുടെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഈ ഹാർട്ടായിട്ടുള്ള ലൊക്കേഷൻസിലെല്ലാം ഇന്ത്യക്ക് ടാർഗറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും അതിനെല്ലാം നമുക്ക് നമ്മുടെ ആക്രമണ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കാരണം ഇന്ത്യയും ഈ ഈവൻ അഗ്നി പോലുള്ള മിസൈലുകൾ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തന്നെ നമ്മൾ സ്വയം നിർമ്മിച്ച് നമ്മുടെ കൈവശമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഏത് ഇന്ത്യയുടേതായിട്ടുള്ള ഡെപ്തിലും നമുക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ളൊരു പിന്നെ പ്രൊട്രാക്റ്റഡ് വാർ അല്ലെങ്കിൽ ഒരു നീണ്ട യുദ്ധം അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലുള്ളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലൊന്നും ചൈനയ്ക്ക് ഒരിക്കലും അങ്ങനെയുള്ളൊരു മിസ്അഡ്വഞ്ചറൊന്നും ചൈന തീർച്ചയായിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. പിന്നെ ബോർഡറിലെ ചില സ്ക്രിമിഷ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് വലിയൊരു യുദ്ധത്തിലേക്ക് ഇന്ത്യയുമായിട്ട് ഏർപ്പെടാനോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടൊന്നും മാത്രമല്ല ഈവൻ അമേരിക്കയുമായിട്ട് പോലും തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ചൈന നേരിട്ട് ഇക്കാര്യത്തിലും അവർ ഇടപെടാത്തത്. കാരണം 1979 ശേഷം ഒരുപക്ഷെ വിയറ്റ്നാമായിട്ടുള്ള യുദ്ധം തോന്നുന്നു, അതിനുശേഷം ചൈന ഇതുവരെ യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെക്കാളിലും പാകിസ്ഥാനേക്കാളിലും ഒക്കെ അത്ര ലെക്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവ കുറവായിട്ടുള്ള രാജ്യമായിട്ടാണ് ചൈന നിൽക്കുന്നത്. മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധം ചെയ്ത് ഒരു പ്രാക്ടീസും പരിശീലനവും ഒക്കെ തന്നെയുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ച് അവർ ഇതുപോലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അമേരിക്ക പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് അവർക്ക് ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടാകേണ്ടി വരും. അത് ചൈനയെ സംബന്ധിച്ച് അവരുടെ ഈ ലോങ് ടൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന അമേരിക്കയെ പിന്നെ സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ മേഖലകളിലും മറികടന്ന് നമ്പർ 1 രാജ്യമാകുക എന്നുള്ള അവരുടെ ഒരു എന്താണ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രീം അല്ലെങ്കിൽ അംബീഷൻ, അതിന് വിഘാതം സൃഷ്ടിക്കുന്നതായിരിക്കും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. പക്ഷേ ഇറാനുമായിട്ടുള്ള പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നേരിട്ടില്ലെങ്കിൽ തന്നെയും നമ്മൾ ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കർട്ടന് പുറത്ത് അല്ലെങ്കിൽ അങ്ങനൊരു ഇൻഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം ഡയറക്റ്റാണ്. പക്ഷേ തീർച്ചയായിട്ടും യുദ്ധരംഗത്തേക്ക് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അമേരിക്ക ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ
നിന്ന് അമേരിക്ക ഇറാനിൽ ബോംബ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡയറക്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻ ചൈനയുടെ ഭാഗത്തുനിന്നില്ല. ചൈന ഒരിക്കലും അതിനെ മുതലത്തുമില്ല. ബാക്കി പുറത്തു നിന്ന് അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഏതെല്ലാം സപ്പോർട്ടുകൾ കൊടുക്കാമോ ഇറാന്, ആ പറഞ്ഞ സപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ യുദ്ധത്തിന് മുമ്പും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ചൈനയുടെയും റഷ്യയുടെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണല്ലോ ഇറാൻ ഇത്രയും വലിയൊരു പിന്നെ ഡ്രോൺ, മിസൈൽ, റോക്കറ്റ് ഫോഴ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചൈന കൊടുത്ത ഈ പറഞ്ഞ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ ടെക്നോളജി, അതുപോലെ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ടെക്നോളജിയും ഒക്കെ തന്നെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ ഫോഴ്സായി തീരുവാൻ സാധിക്കും. അവരുടെ മറ്റു മേഖലകളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ നേവി അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. നേവിയും മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അവർ സ്ട്രോങ് അല്ല. പക്ഷേ അവരുടെ ഈ ഫാസ്റ്റ് മൂവിങ്സ്, ഈ ചെറിയ മിസൈൽ ബോർഡുകളൊക്കെ തന്നെ അതൊക്കെ വളരെയധികം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൊന്നും അമേരിക്കയ്ക്ക് ഇത്ര വലിയൊരു ഈ നാവികപ്പട ഉണ്ടായിട്ടും അവർ ഇറാനെതിരെ തീർച്ചയായിട്ടും അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്ഷൻ എടുക്കുവാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ചൈന ഇറാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള പിന്നെ സപ്പോർട്ട് ഇറാൻ ലഭിക്കുന്നുണ്ട്. യുദ്ധത്തിന് മുമ്പ് നമുക്കറിയാം പീസ്ഫുള്ളായിട്ടുള്ള ടൈം ആയിരുന്നുകൊണ്ട് നമ്മൾ അന്നേരം ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു എന്താണ് പറയുന്നത് ആരും സംസാരിക്കുന്നൊരു വിഷയമല്ല. പക്ഷേ ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പലർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ചൈന റഷ്യയുടെ കാര്യമാണ്. റഷ്യ ഇപ്പോൾ ഒരു എക്സെപ്ഷനായിട്ട് നോക്കാം. കാരണം റഷ്യ ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റഷ്യയെക്കുറിച്ച് പൊതുവെ ആരും ചോദിക്കാറില്ല. പക്ഷേ ചൈനയെക്കുറിച്ച് ഈ പറഞ്ഞ ഇറാനായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിലാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതും ചൈനയെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലൊക്കെ. എന്തുകൊണ്ട് ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാനെ കൈയൊഴിഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിന്നെ ഇപ്പോൾ ഇറാൻ ഒറ്റയ്ക്കായോ എന്നൊക്കെയുള്ളൊരു പിന്നെ കൗതുകകരമായിട്ടുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈന എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇറാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ചൈനയുടെയും പിന്നെ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇറാനാണ് ഇതിൻ്റെ തുറുപ്പ് ചീട്ട് ചൈനയുടെയും റഷ്യയുടെയും ഇനി മുമ്പോട്ടുള്ള ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ജേർണിയുടെ ഒരു പ്രധാന നമുക്കൊരു തുറുപ്പിയുണ്ട്. ഇറാൻ ഈ പറഞ്ഞ റഷ്യയ്ക്കും ചൈനയ്ക്കും നഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളുടെയും പിന്നെ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻ, പ്രത്യേകിച്ച് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവും ഒക്കെ തന്നെ വലിയ തിരിച്ചടികൾ ലഭിക്കുവാനും, അതുപോലെ തന്നെ ചൈനയുടെ അംബീഷൻ അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഒന്നാമത്തെ വലിയ രാജ്യമാകുക എന്നുള്ള ഒരു അംബീഷന് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇറാനെ വളരെ സ്ട്രോങ് ആയിട്ട് പുറകിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.